അസുട്ടിയെ വണ്ടി ഓഫാക്ക. എൻ്റെ ഒരു കുറവ്. അസോ അസോ ഈ മമ്മ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിതാ നമ്മുടെ എൻ്റെ വീട്ടിലിതാ ചെറിയൊരു നോമ്പ് സൽക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ എൻ്റെ പപ്പ ഇതാ പാലപ്പത്തിൻ്റെ മിക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനിതാ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇളം ചുടുവെള്ളത്തിലാണ് ഞാനിത് അടിച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് പഞ്ചസാരയുടെ ആഡ് ചെയ്തിട്ട് ഇതാ അടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതാ ഉമ്മ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഇതാ കുക്കറിൽ ഇതാ കറി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലേ, അപ്പോൾ ഇതാ കുറേ കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തു കൊടുക്കുന്നത്. ഒരുപാട് ആളൊന്നുമില്ല, നമ്മളെ വീട്ടിലെല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന്. ഇന്നലെ എൻ്റെ മൂത്തയുടെ വീട്ടിലായിരുന്നു ഇഫ്താർ മീറ്റ്. ഇന്നിതാ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇക്കും ഹസൂനെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഹസൂനെ വൈകുന്നേരം ഇക്ക കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കന്ന് ലീവായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മയും ഞാനും ഇതാ പത്തിരിയൊക്കെ ഇതാ പരത്തുന്ന തിരക്കിലാണ്. അപ്പോൾ ഉമ്മയാണ് പത്തിരിയൊക്കെ വാട്ടി തന്നിട്ടുണ്ട്. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ വറുത്തരക്കാനൊക്കെ എനിക്കാണ് പണി തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഉമ്മ ഇതാ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഉമ്മ ഷോപ്പിലേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ തിരക്കാവുന്ന ടൈമിൽ ഒന്ന് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഇതാ ഉമ്മ വേഗം ഇതാ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ, ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മ ഞാനിതാ തകൃതായിട്ട് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ അതാ കുറച്ച് ഇതാക്കിയതിന് ശേഷം എനിക്ക് പരത്താൻ ടാസ്ക് തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളിതാ ഓരോന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഹസ്മോനെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഏകദേശം ഒരു 12 ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ല മൺകളത്തിലാണ് വെച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ. ബീഫ് വരട്ടാണ് ഇതുപോലെ വരട്ടിയാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഉമ്മ നല്ല വിറകൊക്കെ വെച്ചിട്ട് ഇതാ നല്ല മൺപാത്രത്തിലാണ് വരട്ടിയെടുക്കുന്നത്. പിന്നെ ഇതാ നമ്മൾ ചിക്കൻ ഇതാ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ സ്പെഷ്യൽ കൂട്ടാണ് ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ കരിവേപ്പിൻ്റെ ഇല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. പിന്നെ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഇതാ കുറച്ച് കോൺഫ്ലവർ പൊടി കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളപ്പത്തിൻ്റെ മാവ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ 2 പാൻ വെച്ചിട്ടാണ് നമ്മൾ പത്തിരി ചുട്ടെടുക്കുന്നത്. കാരണം ഒരുപാട് ക്വാണ്ടിറ്റി പത്തിരി ഇന്ന് ചുടാനുണ്ട്. അപ്പോൾ ഉമ്മ അതാ ഷോപ്പിലേക്ക് പോയിട്ടുണ്ട്. അവിടെ സ്റ്റാഫ് വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഒരു ടൈം കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് വെക്കുകയാണ്. ഏകദേശം ഉമ്മ എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പത്തിരിയൊക്കെ ചുടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പത്തിരി ചുടുമ്പോൾ നമുക്ക് ഫോണിലേക്ക് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ നിൽക്കാതെ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ സ്റ്റോറത്തെ അപ്ഡേഷൻ ചെയ്തതിൻ്റെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കാനും ഓർഡേഴ്സ് ഇടുകയാണ്. ഇൻസ്റ്റഗ്രാമത്തെ നോക്കണം, വാട്സപ്പിൽ നോക്കണം. അതുപോലെ തന്നെ മാഷാ അല്ലാഹ് യൂട്യൂബിലൂടെ ഒരുപാട് കസ്റ്റമർ നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇതാ നമ്മുടെ പത്തിരീൻ്റെ പണിയിലാണ്. ചിലത് വലിയ പത്തിരി ആയതുകൊണ്ട് നമുക്ക് 2 എണ്ണം ഇതിൽ പോകുള്ളൂ. അപ്പോൾ അതാ ചിക്കൻ വറുത്തരക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ തേങ്ങയിലേക്ക് വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഇതാ വറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ തേങ്ങയും കൂട്ടത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനിതാ മഞ്ഞൾപ്പൊടിയുടെ ആഡ് ചെയ്തെടുത്ത് നല്ല രീതിയിൽ അത് വറുത്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ എത്രത്തോളം വറക്കണോ അത്രയും ടേസ്റ്റ് കൂടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കറിയിൽ കേട്ടോ. നല്ല വറുത്തരച്ച ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും പത്തിരിക്ക് അടിപൊളി കോമ്പിനേഷൻ തന്നെയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് അധികം ഇടാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതാ നല്ല രീതിയിൽ ഞാനിതാ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതാ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതാ ഞാൻ അടുപ്പിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരപ്പ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇതാ നമ്മുടെ ബീഫ് വരട്ടിയത് നമ്മുടെ ഇതാ ഒന്ന് തൂമ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ അത് ചെറിയ ഉള്ളി ഒരുപാട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്രത്തോളം ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇല ഇടുക അത്രയും ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പം ഞാൻ എല്ലാത്തിലേക്കും ഒരുപാട് കറിവേപ്പിൻ്റെ ഇല ഇടുന്ന ഒരാളാണ്. എനിക്കതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വറവിട്ടതിന് ശേഷം ഞാൻ ഈ ഒരു മൺപാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചതാണ് കേട്ടോ. അതിനുശേഷം ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ബീഫിനായിട്ടുള്ള ഇഷ്ടമുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ വരട്ടിയാൽ ഞാൻ നല്ലോണം കഴിക്കും. അല്ലാതെ വരട്ടിയാലും കറി വെച്ചാലൊന്നും അത്ര ഇഷ്ടമല്ല, കഴിക്കില്ല എന്നല്ല, എന്നാലും ഒരുപാടൊന്നും വാരി വലിച്ച് കഴിക്കാമല്ലോ. പക്ഷേ ചിക്കന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഉമ്മ ഉണ്ടാക്കി തരുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതാ കറിയിലേക്കൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു കൂട്ട് വെച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിലേക്കും കറിവേപ്പിൻ്റെ ഇടാറുണ്ട്. അതിന് ശേഷം ഞാനിതാ ഒരു ചട്ടിയിൽ വെച്ചിട്ട് ഇതാ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലേക്ക് നാളെ പുതിയ അപ്ഡേഷനുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നാളെ നമ്മൾ മാർക്കറ്റിൽ പോകുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റി പാർട്ടി വെയറൊക്കെ എന്തായാലും നെക്സ്റ്റ് ഡേ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്താ നല്ല ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് കുട്ട എന്താ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതാ ഉമ്മ ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷം ഇതാ കുറച്ച് ഫ്രൂട്ടും അതുപോലെ തന്നെ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം അതുകൂടി ഉണ്ടാക്കാൻ നിന്നാൽ നമുക്ക് എന്തായാലും ടൈം ഉണ്ടാവില്ല. കാരണം പത്തിരിക്ക് അത്യാവശ്യം നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മാങ്ങ ജ്യൂസാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മാങ്ങ നല്ല രീതിയിൽ ഇതാ നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം ഇതാ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും വേണ്ടിയിട്ടുള്ളത് കൂടുതൽ വെള്ളമാണല്ലേ. നോമ്പെടുക്കുന്ന ടൈമിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെള്ളം ഉണ്ടെങ്കിൽ അന്ന് പിന്നെ വേറെ ഒന്നും വേണ്ടില്ല, ഏകദേശം വയറ് ഫില്ലാവും. അപ്പം ഞാനിത് അതിന് ശേഷം നമ്മുടെ ഫ്രൂട്ടൊക്കെ ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ബാക്കിയുള്ള കുറേ വിശേഷങ്ങൾ എനിക്ക് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ആ ഒരു ടൈമായിട്ട് ബാക്കിയുള്ളവരൊക്കെ വന്നു, ഏകദേശം പാങ്ക് കൊടുക്കാനായി. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വണ്ടി ഓഫാക്കുക. ഓ വണ്ടിൻ്റെ ചാവിയൊക്കെ ഊരി എടുത്തണല്ലോ. എവിടെ നീ ഈ പപ്പൻ്റെ കൂടെ വരാൻ നിൽക്കേനി? എന്താ ഉമ്മമാനുണ്ടരാഞ്ഞേ? ഓ ഓനെ വണ്ടി ഓടിയപ്പ അപ്പോൾ ഇതാ ഹസ്സും ഇക്കിങ്ക വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മതാ അവിടെ വെള്ളപ്പം ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ പേരൊന്നുമില്ല, നമ്മൾ ഷോപ്പത്തെ 2-3 സ്റ്റാഫും ഉണ്ട്, പിന്നെ പപ്പയുടെ ഒരു ഫ്രണ്ടും പിന്നെ പപ്പയും ഞങ്ങളെല്ലാവരും കൂടി തന്നെ ഉള്ളായിരുന്നു കേട്ടോ. വേറെ എൻ്റെ കസിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും എത്തിപ്പെട്ടിട്ടില്ല. ഇന്നലെ നമ്മൾ സൽക്കാരത്തിന് കൂടി തന്നെ അവർ നല്ല ടയേർഡായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നോമ്പ് സൽക്കാരത്തിന് വിളിക്കേണ്ട, നമുക്ക് വരാൻ പറ്റില്ല എന്നാണ്. കുറേ പേര് എല്ലാം എസ്കേപ്പ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പേര് അങ്ങനെ നോമ്പായിരുന്നു. പിന്നെ അത് ഉമ്മത ലാസ്റ്റ് അവരൊക്കെ എണീറ്റതിൻ്റെ ശേഷം ലാസ്റ്റ് ഉമ്മത ഫ്രൂട്ട് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിൽ പോകണം എന്ന് പറഞ്ഞു. കാരണം ഈ ഒരു ടൈം ആയപ്പോൾ നോമ്പ് 10 മുതൽ ഷോപ്പിലൊക്കെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും പെരുന്നാൾ ഡ്രസ്സ് എടുത്തിട്ടില്ല, കാരണം നമ്മളെ സ്റ്റോറിൽ നിന്ന് എടുക്കണം. ഈ മമ്മൻ്റെ കൂടെ പോവുക ഷോപ്പിക്ക്? അപ്പം ഞങ്ങളെ കൂടെ ഇല്ല ഇക്ക, നമ്മളെ കൂടെ പോകുമ്പോൾ വരുന്നില്ല. ഞാൻ പോരട്ടെ? നിങ്ങൾ രണ്ടാളും ഒറ്റക്ക് പോവാ? എങ്ങനെ? അവിടെ സെനുണ്ട്, സെബിക്കാക്കൊക്കെ ഉണ്ട് ഷോപ്പില്. ഈ പപ്പന്റെ ഉമ്മച്ചിന്റെയും കൂടെ പോര്. എന്താ അതാ എടാ തക്കിയെടുത്ത് പറയടാ കേട്ടോ, ഇനി പറയട്ടോ. അപ്പോൾ ഹസുമോൻ ഇതാ ഉമ്മയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ കഴിഞ്ഞിട്ട് ബാക്കിൽ വന്നതാണ്. അപ്പം ഞങ്ങളിതാ നല്ല കുലുക്കി സർബത്തൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പച്ചമാങ്ങൻ്റെ കുലുക്കിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്ന വീട്ടിലേക്കാണ്. കാരണം അപ്പോൾ നാളെ എനിക്കിതാ മാർക്കറ്റിൽ പോകണം. ഒരുപാട് വെറൈറ്റി കളക്ഷൻ വരാനുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ
അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യും, അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളെടുത്ത് ഇപ്പോൾ സ്റ്റോക്കുള്ള കുറച്ച് ഐറ്റംസിൻ്റെ പിക്ക് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി വേണമെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതൊക്കെയോ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള കുറേ ഐറ്റംസ് തന്നെ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഏതൊക്കെ സ്റ്റോക്ക് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുകൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു കുലുക്കി കുടിക്കുന്നുണ്ട്. ഇക്കത് അവിടെ കിള്ളി പോയാരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നേരെ ഷോപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു. ഹസുമോൻ അവിടെ മമ്മൻ്റെ കൂടെ വന്നതായിരുന്നു. അപ്പോൾ അവനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഒരുപാട് ഫോട്ടോസ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് യൂട്യൂബിലൂടെ എൻക്വയറി ഓർഡേഴ്സൊക്കെ വരാറുണ്ട്. ഒരുപാട് നമ്മൾ സ്ഥിരം സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മൾ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതിന്. അപ്പോൾ നിങ്ങളും ഇനി ഇതിന് ഡ്രസ്സ് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റോറിലൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് എടുക്കുക. കാരണം ഇത്രയും നല്ല ഹെവി പാർട്ടി വെയറൊക്കെ നമ്മൾ 1550, 1650, 1500 ആ ഒരു റേഞ്ചിനൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ റേറ്റ് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ഓരോന്നിനും ഒരു റേറ്റാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇതിലേതൊക്കെയോ ഞാൻ കഴിഞ്ഞ ഏതൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അപ്ഡേഷൻ തന്നെയാണ്. അപ്പോൾ ഇനി ഓരോ കുറച്ച് സ്റ്റോക്ക് ഉള്ളത് ഞാൻ ജസ്റ്റ് ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വിട്ടുപോകരുത്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ നെയിം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇൻസ്റ്റയിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി. റോസ് പെറ്റൽസ് എന്നാണ് നമ്മൾ സ്റ്റോറിൻ്റെ പേര്. അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഐറ്റം പറ്റിയെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ടാക്കി അയച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റ വഴിയും അതിലുള്ളത് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ 3 to 5 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് സാധനം കയ്യിലെത്തും. അപ്പോൾ ലാർജ്, മീഡിയം, XL, XXL, ചില ഐറ്റംസ് XXL അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ ഐറ്റം അല്ല, ചില ഐറ്റങ്ങൾസ്. പിന്നെ ഇതൊക്കെ പാകിസ്ഥാനി ടൈപ്പാണ്. പാകിസ്ഥാനി കളക്ഷൻ ഒരുപാട് ഉണ്ടായിരുന്നു നമ്മൾ സ്റ്റോറിൽ ഉണ്ട്. പിന്നെ ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ഉണ്ട്. ഇതൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ വേറെയും കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. അതൊക്കെ ഇപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു കളറ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചില ആളുകളുണ്ടാവും നമ്മളെ വീഡിയോസ് കണ്ടിരിക്കും, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ എൻ്റെ ചാനലിൻ്റെ അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളെ ഫോണിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇൻസ്റ്റഗ്രാം ആയാലും നമ്മളെ യൂട്യൂബ് ചാനലായാലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ തുടർന്നും എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറച്ച് കളക്ഷൻ ജസ്റ്റ് ഒന്ന് കാണാമല്ലേ. അപ്പോൾ നിങ്ങൾ നാളത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് പുതിയ കളക്ഷൻ കാണിക്കും. ഞാനിതാ ഇന്ന് നാളെ സ്റ്റോക്ക് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോറിലേക്ക് ഒരുപാട് അപ്ഡേഷൻ വരാനുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ഇൻസ്റ്റഗ്രാം ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ.